നമസ്തേ. സുഭാഷിതം. ജീവിതേ പരമം ദുഃഖം, ജീവിതേ പരമോ ജ്വരഃ, ജീവിതേ വർത്തമാനസ്യ ദുഃഖാനാമാഗമോ ധ്രുവഃ. ജീവിതേ പരമം ദുഃഖം, ജീവിതേ പരമജ്വരഃ, ജീവിതേ വർത്തമാനസ്യ ദുഃഖാനാമാഗമോ ധ്രുവഃ. ഇതിൻ്റെ അർത്ഥം പറയുന്നത് ജീവിതം ഏറ്റവും ദുഃഖകരമാണ്. അതുപോലെ തന്നെ ജീവിതകാലത്ത് വലിയ തൃഷ്ണകളും അതിനോടനുബന്ധിച്ച് ദുരിതങ്ങളും ഉണ്ടാകാം. നമുക്ക് ധാരാളം പരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടാകാം. അതുപോലെ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ദുഃഖങ്ങൾ വേട്ടയാടപ്പെടും എന്നത് തീർച്ചയാണ്. വാസ്തവത്തിൽ ഇവിടെ ആത്മാവാണ് മനുഷ്യൻ്റെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ധർമാധർമ്മങ്ങളെ അഭിമുഖീകരിക്കുന്നത്. അപ്പം ധർമാധർമ്മങ്ങളെ അഭിമുഖീകരിക്കാനും ലഭിക്കാതെ വരുമ്പോഴാണ് വളരെ ദുഃഖമുണ്ടാകുന്നത്. ഇവിടെ പറയുന്നത് പുരുഷാർത്ഥങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് മോക്ഷമാണ് എന്നാണ്. ഇവിടെ ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ, ഈ പുരുഷാർത്ഥങ്ങൾ അനുഭവിക്കാതെ വരുമ്പോൾ തീർച്ചയായിട്ടും ദുഃഖമുണ്ടാകും. അപ്പോൾ ധർമ്മത്തിലൂടെ ധനം സമ്പാദിക്കണം, അങ്ങനെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കണം. അങ്ങനെ ധർമാർത്ഥ കാമ, അതായത് ധർമ്മത്തിലൂടെ ഉള്ള ധനം കൊണ്ട് ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുമ്പോഴാണ് മോക്ഷപ്രാപ്തിയിലെത്തുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ആരൊക്കെയാണ് ജീവിക്കുന്നത്? ആ ആളുകളാണ് യഥാർത്ഥത്തിൽ ദുഃഖം അനുഭവിക്കാതിരിക്കുന്നവർ. ബാക്കിയുള്ള എല്ലാവർക്കും ദുഃഖം തന്നെയാണ്. ഈ സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും എന്തുകൊണ്ടാണ് ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നത്? കാരണം ഇവിടെ പറയും ജീവിതം ദുഃഖകരമാണ്. ആദ്യം പറയുന്നു അതിന് ജീവിതകാലത്ത് വലിയ തൃഷ്ണകളും അതിനോടനുബന്ധിച്ച് ദുരിതങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മനുഷ്യൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലമുള്ളൂ ഇത്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെന്താണ് ദുഃഖമില്ല, സുഖമില്ല, ഒന്നുമില്ലല്ലോ. അപ്പോൾ ഈ സമയത്ത് അവർക്കുള്ള ധർമാർത്ഥ കാമമോക്ഷങ്ങളിലൂടെ കിട്ടുന്ന സുഖ ദുഃഖ അനുഭവങ്ങളാണ്. അപ്പോൾ അവിടെ ദുഃഖം ഇല്ലാതെ സുഖമായി മരണമെങ്കിൽ ധർമാർത്ഥ കാമമോക്ഷങ്ങളെ യഥാർത്ഥ രൂപേണ അനുഭവിക്കണം. അതിനെ അനുഭവിക്കുന്നവർക്ക് മാത്രമേ ദുഃഖങ്ങളിൽ നിന്ന് ഒരു മുക്തി നേടുകയുള്ളൂ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്ന ഇതിൻ്റെ പരമമായ പൊരുൾ. നമസ്തേ.